അതെ, ഈ ലോകത്ത് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് പറയാൻ നമ്മുടെ ചുറ്റും പലരും ഉണ്ടായിരിക്കും മുത്തേ. പോസിറ്റീവായിട്ട് പറഞ്ഞ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനുണ്ടായിരിക്കത്തില്ല. കാരണമുണ്ടോ, ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. അത് ഇവിടെ നിന്നല്ല, എവിടെയും ഉള്ളൊരു സംഭവമാണ്. ഈ ചീത്ത മാത്രം കേട്ട് നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കാതെ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന വ്യക്തികളും കാണും. വേണ്ട, അവരെന്തിനാ പറയുന്നത്, ശരിയാണോ തെറ്റാണോ പറയുന്നത് ചിന്തിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലേ. പിന്നെ ഇതിനെ നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത് പേടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നിസ്സാരം ജസ്റ്റ് ഇപ്പം എനിക്ക് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടൊന്ന് വെക്കും. അപ്പോൾ ഇതിൻ്റെ അത് നെഗറ്റീവ് കമൻറ്റ്സ് പറയാൻ എന്താ പറയുക, ബോഡി എന്ന് പറയാനോ അങ്ങനെ പറയാനോ ഇങ്ങനെ പറയാനൊക്കെ പലരും കാണും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിൽ കൂടെ തടസ്സം വരും. അതൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി, എൻ്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി. അത് മാത്രം ചെയ്യുക. കാരണം നമ്മളൊന്നും ഇല്ലാണ്ട് നമ്മളെവിടെയെങ്കിലും തളർന്നു കിടന്നാൽ ആരെങ്കിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമുക്കുണ്ട്, നമ്മുടെ കുടുംബത്തിനുണ്ട്. ഓക്കെ, ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഈ നമ്മളെക്കുറിച്ച് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മളെ അറിയുമോ? അവർക്ക് ചിലപ്പോൾ ഈ ഫോണിലൂടെ കാണുന്നതായിരിക്കും, ചിലപ്പം കേട്ടറിവായിരിക്കും, ചിലപ്പം അങ്ങനെ വല്ല ദൂരെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടായിരിക്കും. അവരെക്കുറിച്ചൊക്കെ ഈ നെഗറ്റീവ് പറയുന്നത്. അവരെന്താണ്, അവരുടെ ലൈഫ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നത് എല്ലാവരും? അല്ല, ഒരു മനുഷ്യനല്ല, ഒരു ഫാമിലിയിലെ ഒരു മനുഷ്യനല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. എന്ത് തടസ്സം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോവുക. അത് എനിക്ക് നിങ്ങളോടും കൂടെ പറയണം തോന്നി. നിങ്ങൾക്ക് അത് കേൾക്കണം, ഞാൻ പറയണം നല്ലതാ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ കേൾക്കാൻ നോക്കുക. ഓക്കെ, എനിക്ക് വേറൊന്നും പറയാനില്ല. ബൈ.